കൂടെ കടം മറിച്ചെടുത്ത് കഴിഞ്ഞാൽ 3 അടുപ്പിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് 3 സെന്റ് സ്ഥലം മേടിക്കാം. മനസ്സിലായോ കഥ പോണത്? അങ്ങനെ നമ്മളിപ്പോൾ ഈ കയ്യാടകളൊക്കെ വെച്ച് എടുത്ത് വന്നപ്പോഴത്തേക്കും കൊറോണയൊക്കെ പോലുള്ള ടൈം എത്തിയപ്പോൾ എന്ത് ചെയ്ത് ഈ മൈക്രോ ഫിനാൻസുകാരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. ഈ ഫിനാൻസ് എന്നൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നവരാണ് കാര്യമാണ് ഈ പറയുന്നത്. അവരെ സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ ആ ടൈമിലൊക്കെ അങ്ങനെ കാണിച്ചത് നമുക്കത് അടയ്ക്കാൻ പറ്റും. ഡെയിലി വരുന്നവരാണ് ഈ നമുക്ക് ഡെയിലി ജോലി ഇല്ലാതെ ഇരിക്കുന്നവർ എന്ത് ചെയ്യും? ജോലി ഇല്ലാതെ ആയ സമയത്ത് ഡെയിലി അടയ്ക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവർ പറയണ തുക അവർക്ക് അടയ്ക്കണം എന്നാണ്. പിന്നെ അടയ്ക്കാൻ നിവർത്തില്ലാന്ന് ഇവന്മാർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ എവിടെ പോയി ലോൺ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു സംഗതി ആക്കി അങ്ങ് വെച്ചുകളയും. പക്ഷെ നമ്മളെ പേരിൽ ലോൺ അവർ എടുത്തുകൊണ്ടിരിക്കും. നമ്മളെ അടയാളം പോയിരിക്കുകയാണ്. മനസ്സിലായോ ഈ ഒരു സെറ്റപ്പ്? ഇത് പിന്നെ അതിനുശേഷം എന്ത് ഈ ലോണും കാര്യങ്ങളും പറ്റണില്ല, വീട് വയ്ക്കാനേ പറ്റണില്ല. ഒറ്റയ്ക്കിരുന്നിട്ട് മാസം കിട്ടണ വാടക പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥലം വാങ്ങിക്കാം. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് നമ്മുടെ കയ്യിലുള്ള എല്ലാം പറക്കി വെച്ചിട്ട് ഒറ്റയ്ക്കൊരു വീട് വാങ്ങിക്കാം. ഓക്കെ എന്ന രീതിയിൽ അങ്ങനെ ഒറ്റയ്ക്കൊരു ചെറിയ വീട് തപ്പി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒറ്റ വീടിന് മാക്സിമം കൊടുക്കേണ്ടത് 3ഉം 4ഉം കൊടുക്കേണ്ടി വരും. പണ്ടൊക്കെ ഒറ്റ വീട് 1 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ഓടിട്ടത്. ഇപ്പൊ ഓടിട്ട വീടൊന്നും ഇല്ല. ഒറ്റ വീട് മാക്സിമം ഒരു മുറിയുള്ളതെങ്കിലും കിട്ടണമെങ്കിൽ 4ഉം 3ഉം ആയി. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ പിന്നെ നമുക്ക് പറ്റൂ? അങ്ങനെ ആ ഒരു വഴി അടഞ്ഞപ്പം ശരി വാടകയ്ക്ക്. എന്നാ വാടകയ്ക്ക് ഇരിക്കാന്ന് വിചാരിച്ചാല ഒരു ചെറിയ ഷീറ്റിട്ട വീടിന് തന്നെ ഇപ്പൊ 3 രൂപയുണ്ട് വാടക. ഷീറ്റിട്ട വീടിനകത്ത് രാത്രി വെള്ളന്മാർ വന്ന് കയറി കുത്തി തോണ്ടി പറക്കിക്കൊണ്ട് മേടിച്ച് ഒരു തെറസിട്ട വീട് എടുത്താൽ 6000, 7000, 8000 രൂപയ്ക്കല്ലാതെ. പക്ഷെ നമ്മൾ ഉള്ളിലോട്ടുള്ള കാര്യമാണ്, അത് വീടില്ല. മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ശരാശരി ജീവിക്കാൻ വിടുന്ന കഷ്ടപ്പാടാണ് പറയുന്നത്. സ്വന്തം വീടുള്ളവരെല്ലാം ഭാഗ്യവാനാണ്. ദൈവം അത് വിറ്റ് തുലയ്ക്കരുത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നമുക്ക് വീടിനകത്ത് ഇരിക്കുമ്പോൾ തോന്നും വിറ്റ് തുടയ്ക്കാൻ കാണാൻ വരുമ്പോൾ ഒരിക്കലും വിടരുത്. വീടെന്ന് പറഞ്ഞാൽ സത്യം പറയാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളെ റോഡിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്താൻ നമ്മളെ കാക്കുന്നതാണ്. മാക്സിമം എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ വീടിൻ്റെ ലോൺ അങ്ങ് അടച്ചു തീർക്കാൻ നോക്കണം കേട്ടല്ലോ. വീടില്ലാത്തവൻ്റെ വിഷമം എന്തെന്നുള്ളത് മനസ്സിലാവും. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ഞാൻ കുറേ നാളുകൊണ്ട് അനുഭവിക്കുന്നത്, നല്ല ഒരു പ്രായം തൊട്ട് കൊച്ചിന് തൊട്ട് ഞാൻ അനുഭവിച്ചു പറഞ്ഞത് വെച്ചാൽ, നമുക്ക് എൻ്റെ അമ്മയ്ക്ക് അവിടെ വസ്തു ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഇവിടെ വാങ്ങിച്ചെടുത്ത് എല്ലാം പോയി ഇപ്പോൾ ഒരു 3 സെന്റിനാണ് നമ്മൾ ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമുക്ക് സഹായിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബന്ധുക്കളെ സഹായിക്കില്ല, നാട്ടുകാരെ സഹായിക്കാനില്ല, ആരും സഹായിക്കാനില്ല. നമ്മളെ വെള്ളത്തിൽ കിടന്ന് കാലിട്ടിടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്തു, പിന്നെ കഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞു ഒരു വിധത്തിലൊക്കെ ആയി സെറ്റിലായിട്ട് വന്ന പുള്ളിക്കാരൻ്റെ വെച്ചെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കാണെങ്കിലോ അവരപ്പോഴത്തേക്കും പ്രൈവറ്റ് ജോലിയാണോ, പിന്നെ ഒരു പ്രൈവറ്റ് ജോലിക്കാരൻ നോക്കേണ്ടതല്ല, വേണ്ട അവൻ അടയ്ക്കത്തില്ല എന്നൊരു രീതിയിലാണ് ഞാൻ ഈ കറങ്ങുന്നത് പോലെയാണ് ബാങ്കുകാർ കറങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ അവരോട് ചോദിക്കും സെക്യൂരിറ്റി എന്തുണ്ട്? സ്വന്തമായിട്ട് കിടക്കുന്ന വീടിൻ്റെ അടുത്തുകൊണ്ട് വെച്ച് കൊടുക്കത്തല്ല, അത് വാങ്ങിക്കാൻ നോക്കണം, അവനെ സഹായിക്കാൻ നോക്കിയാൽ അതും കൂടി കിടത്തുകൊണ്ട് പോകുന്ന ഒരു ബാങ്കാണ്. സെക്യൂരിറ്റി ഒന്നുമില്ല. എന്നാൽ നിന്റെ ഗോൾഡ് ഉണ്ടോ? എവിടുന്ന് ഗോൾഡ്? ആകെപ്പാട് അതിലും അവിടെ ഇവിടെയും തിളങ്ങുന്ന 2 സാധനം കാണാം. അത് കൂടിപ്പോയാൽ കൊണ്ടുവച്ച 1 പവൻ അങ്ങനെ കിട്ടും. ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് 10-15 പവൻ വേണം. ഇതാണ് സെക്യൂരിറ്റി. അല്ലെങ്കിൽ ഗൾഫിൽ NRI അക്കൗണ്ട് ഉള്ളവനായിരിക്കണം, അവന് സാലറി ഇതായിരിക്കണം വരണം. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലോ നമ്മൾക്ക് സാലറി അക്കൗണ്ട് ഉള്ളവരായിരിക്കണം. സാധാരണ കൈ ശമ്പളം വാങ്ങിച്ച് കൊണ്ടുപോകുന്നവരടുത്ത് ജോലി സ്ഥലത്ത് പോയിട്ട് സാലറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തരുമോ ചെറിയ, അല്ലെങ്കിൽ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരെങ്ങനെ നോക്കും എന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ സാലറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ശമ്പളത്തിന്റെ സ്ലിപ്പ് കാണിക്കും. ശമ്പളത്തിന്റെ സ്ലിപ്പിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴോ ഈ ലോണിന് വരുന്ന ഏജൻസിക്കാരന്മാരുടെ HDFC, SBI, കേരള ബാങ്ക്, നാഷണലൈസ്, പിന്നെ ഗ്രാമീൺ ബാങ്ക് തുടങ്ങി എല്ലാ ബാങ്കും ഉണ്ട്. പറയാൻ പറഞ്ഞത് അത് ഉൾപ്പെടെ എല്ലായിടത്തും കയറി ഇറങ്ങി. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴേ മാസ അടവ് കുറവായിരിക്കും, അല്ലെങ്കിൽ പലിശ കുറവായിരിക്കും, ഇത് കൂടുതലായിരിക്കും. അപ്പൊ പറയും ഗോൾഡ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടെ കിട്ടും എന്ന് പറയും. അങ്ങനെ എല്ലാം ചെയ്ത് നോക്കുമ്പോൾ സിബിൽ സ്കോർ എന്ന് പറയുന്ന എണ്ണം വരും. ഒരാളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എടുക്കുകയാണെങ്കിലോ നമ്മുടെ അടുത്തപ്പോൾ ഹസ്ബൻഡിന് ഓക്കെ ആണെങ്കിൽ എൻ്റെ സിബിൽ സ്കോറിലാണെങ്കിൽ ഞാൻ പണ്ടടച്ചതുമായി അടയ്ക്കാതെ മൈക്രോ ഫിനാൻസുകാരന്മാർ എൻ്റെ സിബിൽ സ്കോറിൻ്റെ ഇഷ്യൂസ് എല്ലാം കൂടെ കൊണ്ട് കയറ്റി എനിക്ക് എത്ര 500 സംതിങ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് സുഖമായി. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാലോ ITR റിപ്പോർട്ട് എന്ന് പറയും. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വേറെ ആണെങ്കിൽ ITR റിപ്പോർട്ട് ഡിപ്പായി കൂടാ. അതെന്ത് ചെയ്യണം? ഹൈ ലെവലിൽ നിന്നാൽ മാത്രമേ ലോണുകാരന്മാർ ലോൺ തരത്തുള്ളൂ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ലോൺ ഓടിക്കൊണ്ടിരുന്നാലോ, ഇപ്പം വണ്ടിയുടെയോ മൊബൈലിൻ്റെയോ അതെല്ലാം പെട്ടെന്ന് ക്ലോസ് ചെയ്ത് സാറേ, അതെല്ലാം പെട്ടെന്ന് ഈ കടം വെച്ച് ക്ലോസ് ചെയ്തിട്ട് വാ, എങ്കിൽ നിനക്ക് ലോൺ തരാം. ഓക്കെ, അത് അടുത്ത സെറ്റപ്പ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില മനസ്സുള്ള ബാങ്കുകാർ, ഞാൻ പറയണില്ല ബാങ്കുകാരെ പേര്, ഈ പറഞ്ഞതിൽ ഒരു ബാങ്കാണെന്ന് കൂട്ടിയാൽ ആ ബാങ്കുകാരൻ പറയും ഞാൻ ലോൺ തരാം, നിങ്ങളതെല്ലാം ഞാൻ വാല്യൂ വെച്ച് നോക്കി, നമുക്ക് വാങ്ങിക്കാൻ പോകുന്നത് ഒരു 3 സെന്റാണ് ഇരിക്കുക. സെന്റിന് അവിടെ ഇപ്പോൾ ഒരു 3 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ടോട്ടൽ എത്ര വേണ്ടി വരും? അപ്പം നിങ്ങൾ അതിനെ കൂട്ടി വെക്കുക. ഒരു
ഇത്ര രൂപ നമുക്ക് ഒരു മാക്സിമം ഒരു ആവറേജ് ഒരു 9 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ആ സെന്റിന് മേടിക്കാനായിട്ട് പോകണം. ഒരു 3 സെന്റാണ് 3 4 പറഞ്ഞിരിക്കണം. അതെല്ലാം കേട്ട് ഒരു എഴുത്തുകൂലി എന്ന് പറഞ്ഞ സാധനം ഇടും. കൂലി കുറച്ച് വെച്ചാലോ വസ്തു വാല്യൂ കുറയും, ശരി കൂട്ടി വെച്ചാലോ എഴുത്തുകൂലി കൂടും. അങ്ങനത്തെ ഒരു സംഗതി കിടപ്പുണ്ട്. ആ എഴുത്തുകൂലിയൊക്കെ കൂടുമ്പോഴത്തേക്കും വരുമ്പോഴാണ് നമുക്ക് ഒരു 10 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. നമ്മളെ കയ്യിൽ നിന്നിട്ട് ഒന്നും വെക്കാനില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഗോൾഡ് വെച്ച് നമ്മൾ എഴുത്തുകൂലി നമ്മൾ ലാഭിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ബാങ്കിൽ നിന്ന് നമുക്ക് ഇത്ര രൂപ തരും? 10 ലക്ഷം രൂപ ബാങ്ക് തരും. നമുക്ക് വേണ്ട പൈസ 12 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, ആ 10 ലക്ഷം തരുമല്ലോ, സന്തോഷം എന്ന് വിചാരിക്കാനായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ഈ 10 ലക്ഷം രൂപ ഇരിക്കണം. അത് വരും ബാങ്കിൽ നിന്ന് ആള് വന്ന് നോക്കി അവിടുത്തെ സെന്റിന്റെ വാല്യൂ അവർ പോയി പഞ്ചായത്തിൽ അന്വേഷിച്ച്, ആ പഞ്ചായത്തിൽ നമ്മളിപ്പോൾ വീട്ടിലല്ല നമ്മളിപ്പോൾ പെരേട മേടിക്കാൻ പോകണം, ബാങ്കിൽ നിന്ന് ആള് വരെയാണ്. നമ്മളിപ്പോൾ കൂട്ടി പറയാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കണം. പക്ഷെ ഒരിക്കലും നടക്കത്തില്ല. തൊട്ടടുത്തൊരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ അവർ പോയി രജിസ്ട്രേഷൻ അവിടെ നോക്കി അന്വേഷിക്കും എത്രയാണ് ഈ ലാസ്റ്റ് ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ ആയിരിക്കുന്നതെന്ന്. അതെല്ലാം നോക്കിയിട്ട് 10 ലക്ഷം രൂപ പറഞ്ഞവൻ എന്ത് ചെയ്യും? 7 ലക്ഷം രൂപ തരും. ബാങ്ക് അപ്രൂവേഷൻ 7 ലക്ഷം രൂപ. ഓക്കെ, സുഖം. അപ്പൊ ബാക്കി ഇത്ര ലക്ഷം രൂപ നീ കയ്യിൽ നിന്നിട്ട് വെക്കണം, മനസ്സിലായോ? പിന്നെ ഇനി വീട് വെക്കാനായിട്ട് പൈസ നോക്കിയാല, ആ വീട് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതേപോലെ നീ ആദ്യം കയ്യിൽ നിന്നിട്ട് വെച്ചിട്ട് ബില്ല് കൊണ്ട് കാണിക്കണം, പിറ്റേ ദിവസം ബാങ്കിൽ നിന്ന് പൈസ തരും. പക്ഷെ ഇത്ര സ്ക്വയർ ഫീറ്റിന്റെ അകത്ത് തന്നെ ആയിരിക്കണം, ഇതിനുള്ളിൽ നീ പൈസ ചെയ്ത് തീർത്തിരിക്കണം, ടെറസത്തെ വീട് തന്നെ ആയിരിക്കണം. തരണത് എത്രയായിരിക്കും? 4 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ആലോചിക്കണം, അന്ന് കമ്പി സിമെന്റ് മാങ്ങാത്തൊലി എല്ലാം കൂടെ ചേർന്ന് 4 ലക്ഷം രൂപയ്ക്ക് തീരുമോ? തീരത്തൂല്ല. ഇതാണ് സാധാരണ